ഒരു വർഷത്തെ ഏറ്റവും നല്ല ദിവസങ്ങളാണ് നമുക്ക് വരാനിരിക്കുന്നത്. ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നാട്ടിലൊക്കെ റമളാനിനെ വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്നവരാണ്. ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ റമളാനിന്റെ 10 ദിവസങ്ങളെക്കാൾ അല്ലെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് എന്നാണ് ആയത്തിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പൂർവികർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനൊരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു പതിവ് നമ്മുടെ നാട്ടിൽ കാണാറുണ്ട്. ദുൽഹജ്ജിന്റെ ദിവസങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അതിൽ ആദ്യത്തെ 10 ദിവസങ്ങളിലെ കർമ്മങ്ങൾ എന്ന് പറഞ്ഞത് അത് അല്ലാഹുവിന് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടതാണെന്നാണ്. അപ്പൊ സഹാബത്ത് ചോദിക്കുന്നുണ്ട്, ജിഹാദിനെക്കാളും ഇഷ്ടമാണോ? അള്ളാഹ്ക്ക് ജിഹാദിനെക്കാളും പ്രിയപ്പെട്ടതാണോ എന്നാണ് ചോദിക്കുന്നത്. അതെ, ജിഹാദിനെക്കാളും. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാളൊഴികെ, അയാൾ ആരാണ്? അയാള് ജിഹാദിന് ഇറങ്ങി പുറപ്പെട്ടു, തന്റെ സമ്പത്തും സമ്പാദ്യങ്ങളൊക്കെ ആയിട്ട്. എന്നിട്ടെല്ലാം നഷ്ടപ്പെട്ടു, ഒന്നും തിരിച്ചു വന്നില്ല. അയാളെ സമ്പത്തും എല്ലാം ജീവനൊക്കെ ആ യുദ്ധത്തിൽ നഷ്ടപ്പെട്ട ഒരാളൊഴികെ, അങ്ങനത്തെ ഒരാളൊഴികെ, അതല്ലാത്ത ജിഹാദിനേക്കാൾ പുണ്യകരമാണ് ഈ ദിവസത്തെ കർമ്മങ്ങൾ എന്നാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു രൂപത്തിലും അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന ദിനരാത്രങ്ങളായി ഇത് മാറേണ്ടത്. എന്ന സൂറത്തു ഹജ്ജിലെ ആയത്തിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുക എന്നതാണ്. അതേപോലെ തന്നെ മൂസാ അലൈഹിസ്സലാമിനെ 30 രാത്രി നിശ്ചയിച്ചു കൊടുത്തു. മൂസ 30 ലൈല എന്ന് പറഞ്ഞ ആയത്തിന്റെ തഫ്സീറിൽ കാണാമെന്നാണ് ആ ഒരു ദിവസങ്ങൾ ദുൽഹജ്ജിന്റെ ദിവസങ്ങളായിരുന്നു എന്ന്. അതേപോലെ തന്നെ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആയത്ത് അത് ദുൽഹജ്ജ് 9 ഇറങ്ങിയ ആയത്താണ്. അങ്ങനെ ഒട്ടേറെ ഈ ദുൽഹജ്ജ് 10 പെരുന്നാൾ ആഘോഷങ്ങൾ, ദുൽഹജ്ജ് 9 അറഫയിലെ നോമ്പ്, ഏറ്റവും കൂടുതൽ ആളുകളെ അള്ളാഹു കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നാണ്. അതേപോലെ തന്നെ ആ നോമ്പിന്റെ പെരുന്നാളിന്റെ ബലികർമ്മങ്ങൾ, അങ്ങനെ ഒട്ടേറെ പ്രതിഫലങ്ങൾ ഒന്നിച്ച് ഹജ്ജ്, ഇതെല്ലാം ഒന്നിച്ച് ചേരുന്ന ദിനരാത്രങ്ങളാണ് ഈ ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ എന്നത്. അതുകൊണ്ട് തന്നെയാണ് വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫ്ഇ വൽ വത്ർ എന്ന ആയത്തിന്റെ തഫ്സീറിൽ നമുക്ക് കാണാം. അത് ആ ദിവസങ്ങൾ എന്നത് 10 ദിവസങ്ങൾ എന്നത് ദുൽഹജ്ജിന്റെ 10 ദിവസങ്ങളാണ്. അതേപോലെ തന്നെ അതിന്റെ ഒറ്റയും ഇരട്ടയും എന്നത് അതെല്ലാം അതുമായി ബന്ധപ്പെട്ട ദിവസങ്ങളാണ് എന്ന് ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന, ബസാർ ഉദ്ധരിക്കുന്ന ഹദീസ് വെച്ച് അത് എന്താണ് പല തഫ്സീറുകളിലും ആ ആയത്തിന്റെ വിശദീകരണത്തിൽ ദുൽഹജ്ജ് 10 ദുൽഹജ്ജിന്റെ ദിവസങ്ങളാണ് എന്ന് നമുക്ക് പറഞ്ഞത് കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി, ഒട്ടേറെ പ്രതിഫലമുണ്ട് എന്ന് മനസ്സിലാക്കി അതിന്റെ ഓരോ സെക്കൻഡ് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. നോമ്പിലൂടെ, അതേപോലെ തന്നെ ദിക്റുകളിലൂടെ. അവരെല്ലാം എന്താണ് ദിക്റ് ചൊല്ലുമായിരുന്നു, തക്ബീറുകൾ അങ്ങാടികളിലൂടെയൊക്കെ ശബ്ദത്തിൽ തക്ബീർ ചൊല്ലുമായിരുന്നു എന്നൊക്കെ സലഫുകളുടെ മുൻഗാമികളുടെ മാതൃകകളിൽ കാണാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ ആ ദുൽഹജ്ജിന്റെ 10 ദിവസങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തി അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ഈ ദിവസങ്ങളിൽ അനുഷ്ഠിക്കാനും നമ്മുടെ കർമ്മരേഖയിൽ ഈ ദുൽഹജ്ജ് നമുക്ക് വലിയൊരു മുതൽക്കൂട്ടായി നാളെ വിചാരണയിൽ കണ്ടെത്താനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ദുൽഹജ്ജിന്റെ 10 ദിവസങ്ങൾ വളരെയധികം പ്രാധാന്യമറിയിക്കുന്ന അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങളാണ് ഈ ദിവസങ്ങളിലുള്ളത് എന്ന് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങളിൽ നമ്മൾ ദിക്റുകൾ വർദ്ധിപ്പിക്കണം, ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കണം, ഐച്ഛികമായ കർമ്മങ്ങൾ, അതേപോലെ തന്നെ തൗബ, ഇസ്തിഗ്ഫാർ, ചെറുതും വലുതുമായ എല്ലാ സൽക്കർമ്മങ്ങളും നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഒന്നുകൂടി ഒരു പ്രതിഫലം കൂടുതലുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ കുറച്ചും കൂടി ഒരു താല്പര്യം കാണിക്കാൻ, അങ്ങനെയാണ് ഒരു സ്ഥലത്തിനും സമയത്തിനൊക്കെ അള്ളാഹു ചില പ്രത്യേകതകൾ കൽപ്പിക്കുമ്പോൾ
അത് കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൂടുതൽ താല്പര്യം കാണിക്കുക എന്നത് ഈമാനിന്റെ അടയാളമാണ്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ബലി എന്നത്. അള്ളാഹുവിന് വേണ്ടി രക്തം ചിന്തുക എന്നത്. കഴിവുള്ള ആളുകൾ ബലി നൽകണം എന്ന വിഷയത്തിൽ ഇസ്ലാമിൽ എന്തില്ല, അഭിപ്രായ വ്യത്യാസമില്ല. കഴിവില്ലാത്തവർ ഇടങ്ങാറായിട്ട് നൽകണോ നൽകണ്ടേ എന്നുള്ളിടത്ത് മാത്രമേ ചർച്ച നടക്കണുള്ളൂ. കഴിവുള്ളവർ നൽകണോ നൽകണ്ടേ എന്നുള്ള ചർച്ചല്ല. നിർബന്ധ ബാധ്യതയാണ് ബലി അറുക്കുക എന്നത്. അത് കഴിയുമെങ്കിൽ ഒരു ആടിനെ മാടിനെ ഒറ്റക്ക് തന്നെ അറുക്കാൻ കഴിയുന്ന ആളുകൾ അത് ചെയ്യേണ്ടതുണ്ട്. അല്ലാത്തവർക്ക് മാത്രമാണെന്ത് ഷെയർ ചേർന്നിട്ടൊക്കെ അറുക്കാനുള്ള ഒരു അവസരമുള്ളത്. അപ്പോൾ അതിലൊക്കെ പരമാവധി നമ്മൾ ഇപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട സമയമാണ്. അങ്ങനെ ഉദ്ദേശിക്കുന്ന ആളുകൾ പിന്നെ 1 മുതൽ അവരുടെ മുടിയും നഖമൊന്നും എടുക്കാൻ പാടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ അതിൽ ഒരു വീഴ്ച നമ്മുടെ ഭാഗത്ത് നിന്ന് വരുത്തരുത്. കഴിയുമെങ്കിൽ നമ്മൾ ഒരു ഗുരുവിനെ അറുക്കുക, അല്ലെങ്കിൽ ഒരു ഷെയറിലെങ്കിലും നമ്മൾ ചേരേണ്ടതുണ്ട്. ഉലുഹിയത്തിന് കഴിവുണ്ടായിട്ടും ബലി അറുക്കാത്തവൻ നമ്മുടെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് സഹീഹായ ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ആ വിഷയം നമ്മൾ ഗൗരവമായി തന്നെ എടുക്കുക. അതേപോലെ നമ്മളെ ഇതിൻ്റെ ദിവസങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിൽ നോമ്പ്, അറഫ നോമ്പിൻ്റെ പുണ്യത്തെപ്പറ്റി നമുക്കറിയാം. വളരെയധികം പാപമോചനം നൽകുന്ന ദുൽഹജ്ജിലെ നോമ്പ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഈ അറഫായ നോമ്പ് എന്നത്. അതേപോലെ തന്നെ ബാക്കി ദിവസങ്ങളിലും നോമ്പ് അനുഷ്ഠിക്കുക എന്നത് എന്തല്ല, അത് ഒരു പുണ്യകരമായ പ്രവൃത്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നോമ്പ് കൊണ്ടും നമസ്കാരം കൊണ്ടും സുന്നത്തായ കാര്യങ്ങൾ കൊണ്ടും ദാനധർമ്മങ്ങൾ കൊണ്ടും തൗബ കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടും എല്ലാ തരത്തിലുള്ള സൽക്കർമ്മങ്ങളിലൂടെയും ഈ ദുൽഹജ്ജ് സമ്പുഷ്ടമാക്കാൻ നമ്മൾ ആത്മാർത്ഥമായി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനെ തൗഫീഖ് നൽകുമാറാകട്ടെ.